ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തെന്ന മലപ്പുറം പൊന്നാനി സ്വദേശിനിയുടെ പരാതിയിൽ നടപടിയെടുക്കാതെ സർക്കാർ. മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടും ഇതുവരെ കേസെടുത്തിട്ടില്ല. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും നീതി ലഭിക്കണമെന്നും പരാതിക്കാരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പരാതിയാണെന്ന് പരിശോധനയ്ക്ക് വിട്ടോ, ഞാൻ എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. അവരിൻ്റെ ചെയ്തിട്ടുണ്ട്. ഞാൻ കളവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും പരാതി കൊടുത്തിട്ടുണ്ട്. അവർ FIR ഇട്ടിട്ടില്ല, ഇതാക്കിയിട്ടില്ല. ഇന്ന് മാത്രമല്ല പരാതി കൊടുത്താൽ, അന്ന് ചെയ്ത പാടന്നെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്ക്. എനിക്ക് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരാളെ അങ്ങനെ ഉപദ്രവിക്കുക, നമ്മൾ നീതി തേടുന്ന അവരെ അടുത്തേക്കാണ്. അവരാണ് നമ്മളിങ്ങനെ ഒക്കെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഉറച്ച തീരുമാനത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. ഇതിലേക്ക് നീതി കിട്ടുന്നവർക്ക് ഞാൻ ഉറച്ച തീരുമാനം തന്നെ. അതിജീവിത പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് നേരിട്ടെത്തി പരാതി നൽകി. 1 മണിക്കൂറോളം സ്റ്റേഷനിൽ കാത്തിരുന്നിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഞങ്ങൾ പോയിട്ട് 1 മണിക്കൂറോളം ഞങ്ങളവിടെ നിന്ന് ഇരുത്തിയിട്ട് ഒരു നടപടി ഞങ്ങൾക്ക് തന്നില്ല. കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളെ വിളിച്ച് വക്കീലിനെ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് FIR ഒന്നും തന്നില്ല. റെസീറ്റ് പോയി മേടിച്ചിട്ട് പൊയ്ക്കോന്ന് അറിഞ്ഞു. അപ്പോഴേ ഞങ്ങൾ റെസീറ്റ് മേടിച്ച് വന്ന് അപ്പോൾ ഒരു താരം നോട്ടം എൻ്റെ കേസ് പോലും അയാൾ അറ്റൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കാവട്ടെ, എൻ്റെ കൂടെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല. ഭയങ്കര ദേഷ്യം പിടിച്ച പോലെയാണ് മുഖം കാണിച്ചത് ഞങ്ങളോട്. നല്ല രീതിയിലല്ല പെരുമാറി. ഇല്ല, നല്ല രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയാൽ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ അത് കൺസേൺ DGPക്ക് ഫോർവേഡ് ചെയ്യണം. DGP കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിൽ ആ ഇൻഫർമേഷൻ വന്നാൽ ഉടനെ ആ ഇൻഫർമേഷൻ്റെ ബേസിൽ FIR ഇടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞിട്ട് പോലീസിന് എൻക്വയറി നടത്താം. ഞങ്ങളിവിടെ വന്നു, ഈ പരാതി എഴുതി കൊടുത്തു. അവർ സ്വാഭാവികമായിട്ട് അവരുടെ രജിസ്റ്ററിൽ പരാതി എഴുതി CI ചോദിച്ചു എന്താണ് വേണ്ടത് ചോദിച്ചു. പരാതി നോക്കിയതിന് ശേഷം അപ്പോൾ ഇവർ പറഞ്ഞു കേസെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു കേസെടുക്കാൻ അത് ഒരു അനുഭവ രീതിയിലുള്ള മറുപടി അല്ല പറയുന്നത്. അപ്പോൾ ഞാൻ ഇടപെട്ടിട്ട് പറഞ്ഞു ഇതിൻ്റെ റെസിപ്റ്റ് കൊടുക്കണം. അപ്പോൾ റെസിപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ ആൾ അപ്പോൾ പറഞ്ഞു റെസിപ്റ്റ് കൊടുക്കുന്നതിന് കൂടെ നെക്സ്റ്റ് FIR ഇടണമെന്ന് പറഞ്ഞു. FIR ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് FIR ഇടാൻ പറ്റില്ല? അത് ഞങ്ങൾക്ക് പ്രാഥമിക അന്വേഷണം നടത്തണം, അതിനുശേഷം FIR ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് TV പ്രസാദ്. FIR ഇതുവരെ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ പ്രാഥമിക പരിശോധന, പരാതിയിൽ വസ്തുതാ പരിശോധന ആവശ്യമാണ് എന്ന ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് കൊണ്ടാണോ ഈ വൈകൽ? ഗുഡ് ഈവനിങ് സുജയ. പോലീസിലെ ഉന്നതർക്കെതിരെയാകുമ്പോൾ 2 നീതി എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 376 അനുസരിച്ചത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. പരാതി കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കേണ്ടതാണ്, FIR ഇടേണ്ടതാണ്. അതിനുശേഷമാണ് അന്വേഷണം നടക്കേണ്ടത്. പക്ഷേ SP സുജിത് ദാസിനും DYSP ബെന്നിക്കും CI വിനോദിനുമെതിരായ പരാതി, ആ പരാതിയിൽ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. 24 മണിക്കൂർ കഴിഞ്ഞും FIR ഇടാത്ത സാഹചര്യത്തിലായിരുന്നു ഇന്ന് രാവിലെ പരാതിക്കാരി നേരിട്ടെത്തി പരാതി കൊടുത്തത്. മൊഴി പോലും എടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല റെസിപ്റ്റ് കൊടുത്ത് മടക്കി വിടുകയാണ് ചെയ്തത്. ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് എന്ന നിലയിലായിരുന്നു CIയുടെ പെരുമാറ്റം എന്നാണ് പരാതിക്കാരി നമ്മളോട് പറയുന്നത്. ഇനിയിപ്പോൾ പോലീസ് ഉന്നതർക്കെതിരെ ആയതുകൊണ്ട് എപ്പോഴാണ് FIR ഇടുന്നത് എന്ന കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സുജയ, അതിജീവിതയുടെ അഭിഭാഷകർ നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുണ്ട്. അടുത്ത നടപടിയിലേക്ക് അവർ കടക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, CI വിനോദ് പരസ്യമായി ഈ പരാതിക്കാരിയെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഉന്നതരായവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേർ ഉണ്ടാകുന്നു. മൊത്തത്തിൽ ഈ സ്ത്രീ എന്തോ മോശക്കാരിയാണ് എന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഉന്നതരുടെ ഭാഗത്ത് നിന്ന് പരസ്യമായി ഉണ്ടാകുന്നത്. നഗ്നമായ ചട്ടലംഘനമാണ് പോലീസ് ഇക്കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത് FIR ഇടാത്തതിലൂടെ സുജയ.